അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്ത്. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാനിലെ അതിനിർണായകമായ രാപ്പകലുകളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ലോക മുസ്ലിമീങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. വളരെ വേഗതയിലാണ് ഈ ദിനരാത്രങ്ങൾ നമ്മളിൽ നിന്ന് ഓടി മറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും നമുക്ക് സമയമില്ലാത്തത്രയും വേഗതയിൽ. ഈ സന്ദർഭം വിശ്വാസികൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നവരാണ്. പ്രവാചകൻ നമ്മളോട് അത് തേടുവാനും അന്വേഷിക്കുവാനും നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഒറ്റയായ രാത്രികളിൽ. ലൈലത്തുൽ ഖദറും നമ്മുടെ പ്രവർത്തനങ്ങളും ഒത്തുചേർന്നാൽ ഒരുപാട് സൗഭാഗ്യങ്ങളാണ് നമുക്ക് ലഭിക്കാനിരിക്കുന്നത്. ഒന്നാമതായി നമ്മുടെ ജീവിതകാലം അത്രയും നാം നിർവഹിച്ചു പോയ ഒരുപാട് പാപകൃത്യങ്ങൾ ഉണ്ടാകും. അവകളെല്ലാം പൊറുക്കപ്പെടുകയും പാപമുക്തമായ ഒരവസ്ഥയിൽ നാം ചേർക്കപ്പെടുകയും അങ്ങനെ മഹത്തായ സൗഭാഗ്യത്തിനുടമകളായി തീരുകയും ചെയ്യും. മഹത്തായ കാരുണ്യവും അനുഗ്രഹവുമാണത്. മറ്റൊരു അനുഗ്രഹമുള്ളത് മഹ്ശറ നാളിൽ സ്വർഗപ്രവേശനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട സംഘങ്ങൾ അതിൽ നമ്മുടെ പേരും കുറിക്കപ്പെടുമെന്നതാണ്. അതുപോലെ തന്നെ നരകാഗ്നിയിൽ അകപ്പെടുന്നവരിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുകയും നമ്മളെ പരിരക്ഷിക്കുകയും ചെയ്യും. നരകാഗ്നിയിൽ നിന്ന് നമ്മളെ പൂർണ്ണമായും മറക്കപ്പെടും. റമദാൻ ശരീഫിൽ നോമ്പനുഷ്ഠിച്ചവർ എന്ന നിലയിൽ സ്വർഗപ്രവേശനത്തിന് അർഹത നേടുമ്പോൾ നമ്മൾ റയ്യാൻ എന്ന വാതായനത്തിലൂടെയാണ് കടക്കുകയും ചെയ്യുക. ഇതിനേക്കാൾ എല്ലാം ഉപരിയായി നമുക്കറിയാം, റമദാൻ ശരീഫിൽ ഒരു അമല് ചെയ്താൽ 10 മുതൽ 700 ഇരട്ടി വരെയുമാണ് പ്രതിഫലം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ലൈലത്തുൽ ഖദറുമായി നമ്മൾ ഒത്തുചേരുമ്പോൾ അത് 700-ലും 70 ലക്ഷത്തിലുമല്ല ഒതുങ്ങുന്നത്. ഒരു പുരുഷായുസ് മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സൽപ്രവൃത്തികൾ ചെയ്തവരുടെ ഗണത്തിലാണ് നമ്മൾ എത്തപ്പെടുക. ഖുർആൻ സൂചിപ്പിച്ചത് അപ്രകാരമാണ്: ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദറിന്റെ മഹത്തായ നേട്ടം എന്താണെന്നറിയുമോ? അത് 1000 മാസത്തേക്കാൾ ഉത്തമമായിട്ടുള്ളതാണ് ലൈലത്തുൽ ഖദർ. ഒരു 153 വർഷം നാം ഒരു പ്രവൃത്തി ഒരുപോലെ തന്നെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ആ ഒരു അവസ്ഥയിൽ ലൈലത്തുൽ ഖദറും നമ്മളും തമ്മിൽ ഒത്തുചേർന്നാൽ നമ്മളായിത്തീരുമെന്നാണ് ഖുർആൻ സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം. അപ്പോൾ മഹത്തായ സൗഭാഗ്യങ്ങളുടെ ദിനമാണ് ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദർ നമുക്ക് നഷ്ടപ്പെടാത്ത വിധം പരിരക്ഷിക്കുവാനും സൂക്ഷിക്കുവാനും ആ നിർണായകമായ രാത്രിയിൽ ഒത്തുചേരുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരമാവധി സാധ്യമായ എല്ലാ അമലു സാലിഹാത്തുകളിലും വ്യാപൃതമാകണം. ഫർദ് നമസ്കാരങ്ങളുടെ കൃത്യതയിലും സുന്നത്ത് നമസ്കാരങ്ങളും സുന്നത്തായ മറ്റു പ്രവർത്തനങ്ങളും സദഖകളും ഖുർആൻ പാരായണമൊക്കെയായി അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇഴത്തിക്കാപ്പിരുന്നും നാം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനും ലൈലത്തുൽ ഖദറിനെ സ്വന്തമാക്കാനും യത്നിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാൻ അത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപൃതമാകുന്ന സൗഭാഗ്യശാലികളിലും ലൈലത്തുൽ ഖദർ സ്വന്തമാക്കാൻ സാധിക്കുന്നവരിലും നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.